ഞങ്ങളെല്ലാരും കൂടിയിട്ട് ദേ ഈ പോകുന്നത് വേളാങ്കണ്ണിക്കാട്ടോ. ഞങ്ങടെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു ഇവിടുന്നും. പിന്നെ ലിജോ ചേട്ടായുടെ വീട്ടീന്നും എല്ലാരും ഉണ്ടായിരുന്നു. മിയക്കുട്ടീനെയും തുമ്മൂനെയും ഒന്ന് വേളാങ്കണ്ണി കൊണ്ടുപോയി മൊട്ടയടിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ഉദ്ദേശം അതാണ് കേട്ടോ. മീക്കുട്ടിയുടെ ആ കാർമുതലൊക്കെ അങ്ങ് അടിച്ച് കളയാൻ പോവാണ്. തുമ്മൂനെ ഇതിനു മുമ്പ് മൊട്ടയടിപ്പിച്ചിട്ടുണ്ട്. മീക്കുട്ടീനെ ഇതുവരെ മൊട്ടയടിപ്പിച്ചിട്ടില്ല. തുമ്മുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ദേ ടാറ്റയൊക്കെ തന്നെ കണ്ടില്ലേ. പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടാണ് പോയത്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും ബീഫ് കറിയും. അത് നമ്മൾ വഴിയിൽ നിർത്തി കഴിച്ചിട്ടാണ് പോയത്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി. ഇപ്പൊ രാത്രി മുഴുവൻ യാത്ര തന്നെയായിരുന്നു. ഇടയ്ക്ക് നിർത്തി ചായ ഒക്കെ കുടിക്കണ്ടായി. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ അവിടെ എത്തി. അവിടെ നമ്മളൊരു കോട്ടേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ബെഡ്റൂം കോട്ടേജ്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പം അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയ ശേഷം നമ്മൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടടുത്ത് തന്നെ മെസ്സുണ്ട്, അവിടെ നിന്ന് കഴിച്ച്. പൂരിയും കറിയും വടയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നേരെ പള്ളിയിലോട്ട് പോയി. അപ്പൊ പള്ളിയിൽ നല്ല ക്രൗഡഡ് ആയിരുന്നു. രാവിലെ കുർബാന ഉണ്ടായിരുന്നു, ശനിയാഴ്ച രാവിലെ അവിടെ കുർബാന ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടി ഇതാ നേർച്ചകളും എല്ലാം കഴിഞ്ഞ് നമ്മളിതേ വീണ്ടും പള്ളികളുണ്ട്. ഒരു പള്ളിയല്ല, അവിടെ 4 പള്ളിയുണ്ട്. അപ്പൊ എല്ലാ പള്ളികളിലും നമ്മൾ മാറി മാറി കയറി. കുറെ നടക്കാനുള്ള അതിനിടയ്ക്ക് ക്ഷീണിക്കും കേട്ടോ. പിന്നെ പിള്ളേർക്ക് അവിടെ സ്പേസ് ഒക്കെ ഇട്ട് ഓടിക്കളിയും ബഹളൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് മുട്ടയടിക്കാൻ വേണ്ടി ചെല്ലുവാണ്. ആദ്യം തുമ്മിന് മുട്ടയടിച്ചു, അത് കഴിഞ്ഞിട്ട് മീനെ മുട്ടയടിച്ചത്. മീനെ ആദ്യമായിട്ടാണ് മുട്ടയടിക്കുന്നത് കേട്ടോ. തുമ്മുവാണെങ്കിൽ തലയിൽ കൈവച്ച് കരച്ചിലായിരുന്നു മുട്ടയടിച്ച് കഴിഞ്ഞിട്ട്. മിയയുടെ ലുക്കാണെങ്കിൽ കംപ്ലീറ്റ് മാറിപ്പോയി. പിന്നെ ലിജോ ചേട്ടായും മജോ ചേട്ടായും ഒക്കെ മുട്ടയടിച്ചു. അവിടെ ഒരു റീൽ എടുക്കാനുള്ള ശ്രമങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മിയ വീണ്ടും അഴിച്ചു വിട്ട ഇങ്ങനെ പട്ടം പോലെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ദേ ലഞ്ച് കഴിക്കാൻ വേണ്ടി തിരിച്ച് അവിടെ ചെന്നു. അപ്പൊ ലഞ്ചിനുണ്ടായിരുന്നത് മീനും ബാക്കി ചോറും കറിയൊക്കെ നമ്മുടെ നാടൻ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അതും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ പിള്ളേർ അവിടെ കിടന്ന് ആക്റ്റീവായിട്ട് കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകിട്ട് ഒരു ജപമാല പ്രദക്ഷിണം ഉണ്ടായിരുന്നു പള്ളിയിൽ, അതിനും കൂടിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടന്ന് റൂമിലോട്ട് പോവാണ്. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ഉണ്ടായി. പിന്നെ ചപ്പാത്തിയും ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് യാത്ര തിരിക്കുകയാണ്. തിരിച്ച് വണ്ടി കയറി കഴിഞ്ഞപ്പോൾ രണ്ട് മുട്ടകൾ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ചേട്ടനും അനിയത്തിയും കൂടെ ഭയങ്കര സ്നേഹവും ഉമ്മ കൊടുക്കലും കെട്ടിപ്പിടിക്കലും. ഏറ്റവും കിളി പോയത് മിയയുടെ ആയിരുന്നു കേട്ടോ. മിയ ആണെങ്കിൽ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. പുള്ളിക്കാരി വണ്ടി ഓടിക്കുന്നുണ്ട്, എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ നല്ല രസമായിരുന്നു ഞങ്ങൾക്ക് ഈ യാത്ര എന്ന് പറയുന്നത്. അവരുടെ കളിയും ചിരിയും. മിയയുടെ ലുക്ക് കംപ്ലീറ്റ് മാറിപ്പോയില്ല, കറുമുന്തലങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം. അങ്ങനെ മൊത്തത്തില് നല്ലൊരു യാത്രയായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് അമ്മുവിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി കേട്ടോ, തമിഴ്നാട്ടിൽ തന്നെ. അവളുടെ കൂടെ നഴ്സിങ്ങിന് പഠിക്കുന്നതാ. അവിടെയും കയറി വർത്താനൊക്കെ പറഞ്ഞ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണ് ദേ വീട്ടിലെത്തുന്നത്.